Vivo V23 8 ടിപ്പുകളാണ് ഈ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരുന്നത്. ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത സോങ്സുകൾ നമുക്കെങ്ങനെ വിവോ V23 റിംഗ് ടൂണായി ഉപയോഗിക്കാം, അതുപോലെ അലാറം അതിൻ്റെ അകത്തൊക്കെ എങ്ങനെ റിംഗ് ടൂണായി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തന്നെ. ഒന്നാമത്തെ ടിപ്പ് അതാണ്, നോക്കാം. അപ്പോൾ വിവോ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. കുറച്ച് താഴോട്ട് നീക്കിയാൽ ഇവിടെ സൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴോട്ട് നീക്കിയിട്ട് ഇവിടെ കാണാൻ പറ്റും സിമ്മ് ഫോൺ റിംഗ് ടൂണ്, അതുപോലെ സിമ്മ് 2 ഫോൺ റിംഗ് ടൂണ്, നോട്ടിഫിക്കേഷൻ റിംഗ് ടൂണ്, അലാർ റിംഗ് ടൂണ്, ഇങ്ങനെ 3 സെക്ഷനിലായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ ഒന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് നമ്മൾ സിമ്മ് 1 ആണ് എടുത്തിരുന്നത്. സിമ്മ് 1 കസ്റ്റം റിംഗ് ടൂൺ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാത്തിലും ഇതുപോലെ കസ്റ്റം റിംഗ് ടൂൺ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ് ഞാൻ ഈ കാണുന്നതെല്ലാം അലാറയിലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഒന്നിൽ കാണിച്ചു തരാം അതെങ്ങനെ എടുക്കലെന്ന്. ബാക്കിയുള്ളതിലൊക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ സിമ്മ് 1 ഫോൺ റിംഗ് ടൂൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റം റിംഗ് ടൂൺ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു സോങ്സ് തിരഞ്ഞെടുക്കണം. അതിനുശേഷം അതിലിങ്ങനെ ടിക്ക് ഇട്ട് കൊടുക്കുക. ഇതുമാതിരി ടിക്ക് ഇട്ട് കൊടുത്താൽ റിംഗ് ടൂൺ ഇവിടെ സോങ് പാടുന്നതായിരിക്കും. ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിലിട്ട് നിങ്ങൾ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സോങ് ആയിരിക്കും നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ ആ റിംഗ് ടൂൺ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഒരു കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. അടുത്ത വിവോ V23 രണ്ടാമത്തെ ടിപ്പാണ് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് എന്ന ഒരു ടിപ്പാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമുള്ള യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ ആവശ്യമുള്ള ആപ്ലിക്കേഷനിൽ മാത്രം നെറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള ആപ്ലിക്കേഷനിലെല്ലാം നെറ്റ് ഓഫാക്കൽ എങ്ങനെയെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, നോക്കാം. വിവോ V23 രണ്ടാമത്തെ ടിപ്പ്, സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ്, നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാറ്റ നെറ്റ്വർക്ക് വൈഫൈ എന്ന് എഴുതിയിട്ടുണ്ടാവും. വൈഫൈയിൽ ഞാൻ ഒന്നും ഓണാക്കിയിട്ടില്ല, എല്ലാം ഓഫായി കിടക്കുകയാണ് വൈഫൈ യൂസ് ചെയ്യാത്തതുകൊണ്ട്. ഡാറ്റ നെറ്റ്വർക്കിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സിമ്മാണ് കാണിക്കുക. സിമ്മ് 1, സിമ്മ് 2. സിമ്മ് 2 ആണെങ്കിൽ എയർടെലാണ്, സിമ്മ് 1 ജിയോ ആണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസിങ് വരുന്നത് സിമ്മ് 1 1 ഞാൻ എല്ലാം ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഓഫാക്കല്, ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ എങ്ങനെ നെറ്റ്വർക്ക് ഓഫാക്കലെന്നാണ് കാണിച്ചിരുന്നത്. ജസ്റ്റ് സിമ്മ് 1 അതില്ലേ അത് വന്ന് അത് ടിക്ക് മാർക്ക് ഒഴിവാക്കുക. റെഡ് കളറായി, ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻ റെഡ് കളറായി. ഇനി സിമ്മ് 2 എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെഡ് കളറാക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്കിലോട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. യൂട്യൂബ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കാൻ നോക്കുക. അതിന് ഒരു നെറ്റ് ഓൺ ആക്കി തരാം. നെറ്റ് ഓൺ ആക്കിയാലേ അത് അറിയാൻ പറ്റുള്ളൂ. ഇനി യൂട്യൂബ് ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പെർമിഷൻ ചോദിക്കും. ഈ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷന് പെർമിഷൻ നെറ്റ് കൊടുക്കണോ കൊടുക്കണ്ടേന്ന്. ഡിസലൗട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്ക് കൊടുക്കാതാവും. അലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റ്വർക്ക് കൊടുക്കും. അതിൽ അലോ കൊടുത്തു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് വർക്കാവും. ഓക്കെ, അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനിലും ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നെറ്റ്വർക്ക് കൊടുക്കൽ. വിവോ V23 മൂന്നാമത്തെ ടിപ്പാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. എങ്ങനെ നെറ്റ്വർക്ക് മോഡ് എങ്ങനെ ചേഞ്ച് ആക്കാം, നെറ്റ്വർക്കിൽ 2G 3G 4G 5G ഇതൊക്കെ എങ്ങനെയാണ് ചേഞ്ച് ആക്കലെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അത് എങ്ങനെ സെറ്റിങ്സിൽ എവിടെയാണെന്നാണ് V23 കാണിച്ചു തരുന്നത്. വിവോ V23 സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. അതിനുശേഷം നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടുന്ന് താഴത്ത് സിമ്മ് 1, സിമ്മ് 2 നിങ്ങൾ ഏത് സിമ്മിലാണ് 4G 2G ഒക്കെ ചേഞ്ച് ആക്കേണ്ടത് സിമ്മ് ഇവിടെ സെലക്ട് ചെയ്യണം. നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊഫൈഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ അവിടെ കാണാൻ പറ്റും 2G 3G പ്രൊഫൈഡ് 2G
4G പ്രൊഫൈഡ് 3G 2G എന്ന് കാണിക്കും. അതുപോലെ 5G പ്രൊഫൈഡ് 4G 3G 2G എന്ന് കാണിക്കുന്നുണ്ടാവും. ഇതിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു ടിക്കറ്റ് കൊടുത്താൽ മതി, 4Gയിലോട്ടാവും. അതുപോലെ ഇവിടെ 4G പ്രൊഫൈഡ് എന്നുള്ളത് 3G എന്നൊരു ടിക്കറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് 4G അതുപോലെ 3G 2G ആയി മാറും. ഓട്ടോമാറ്റിക് റേഞ്ചൊക്കെ കുറയുന്നതനുസരിച്ച് കണ്ടും 3Gയിലോട്ട് മാറും. അതുപോലെ 5G പ്രൊഫൈഡ് എന്നുള്ളത് ഇട്ട് കഴിഞ്ഞാൽ 5G ഉണ്ടെങ്കിൽ 5G കിട്ടും, അതല്ലെങ്കിൽ 5G ഇല്ലെങ്കിൽ 4G 3G 2G ആയി മാറും ഇതിലിട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചേഞ്ച് ആക്കൽ. വിവോ V23ൻ്റെ 4ാമത്തെ ടിപ്പ്, എങ്ങനെ ഡാർക്ക് മോഡ് കസ്റ്റമൈസേഷൻ ചെയ്യാം. ഡാർക്ക് മോഡ് രാവിലെ അല്ല, വൈകുന്നേരം 7 മണിക്ക് ഡാർക്ക് മോഡ് ഓൺ ആയതിനു ശേഷം രാവിലെ അത് വൈറ്റ് കളറായിട്ട് നമുക്ക് എങ്ങനെ ഓൺ ചെയ്യാം, എങ്ങനെ സെറ്റ് ചെയ്യാം, അതെങ്ങനെയാണ് വിവോ V23 എങ്ങനെ സെറ്റ് ചെയ്യലാന്ന് കാണിച്ചിട്ട്. വിവോ V23ൻ്റെ 4ാമത്തെ ടിപ്പ്, സെറ്റിങ്സ് ഓപ്പൺ ആക്കുക, ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എടുക്കുക, ഡാർക്ക് തീം എന്ന് എഴുതിയിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. റൺ ഓൺ ആൻഡ് കസ്റ്റം ടൈം എന്ന് എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ താഴത്ത് സ്റ്റാർട്ട് എൻഡ്. ഈ സ്റ്റാർട്ട് എന്നുള്ളിടത്ത് രാവിലെയിൽ നിങ്ങൾ PM AM എന്നാണ് കൊടുക്കേണ്ടത്. AM എന്ന് കൊടുത്തിട്ട് ഈ 0യിൽ ക്ലിക്ക് ചെയ്യുക. 0യിൽ ക്ലിക്ക് ചെയ്താൽ നേരെ 0 കിടക്കും. ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചിട്ട് എൻഡ് എന്ന് കൊടുക്കുക. എൻഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ 7 മണി കൊടുക്കുക. ആ 0 ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ PM എന്ന് കൊടുക്കുക. PM എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡാർക്ക് മോഡ് ആവണ കാണാട്ടോ. ഇപ്പോൾ ഡാർക്ക് മോഡായി. ഇത് സ്റ്റാർട്ടിൽ രാവിലെ 7 മണി ആയിക്കഴിഞ്ഞാൽ വൈറ്റ് കളറാവും. സാധാരണ ഡാർക്ക് മോഡ് പോയിട്ട് വൈറ്റ് കളറാവും. വൈകുന്നേരം 7 മണിയാണെന്നുണ്ടെങ്കിൽ 7 മണി ആയ 6:59 ആണ്ടായി 7 മണി ആയിക്കഴിഞ്ഞാൽ ഉടനെ ഡാർക്ക് മോഡിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റാക്കൽ. അടുത്ത വിവോ V23ൻ്റെ 5ാമത്തെ ടിപ്പാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. നിങ്ങളെ ലോക്ക് സ്ക്രീനിൽ താഴത്ത് ഒരു കോൾ ബട്ടൺ കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു ക്യാമറ ബട്ടൺ, ഒരു സൈഡിൽ ക്യാമറ ബട്ടണും ഒരു സൈഡിൽ കോൾ ബട്ടണും ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പലപ്പോഴും നമ്മളത് യൂസ് ചെയ്യാറില്ല. നമ്മൾ ലോക്ക് തുറന്നുകൊണ്ട് ഫോൺ ഓൺ സ്ക്രീനിലോട്ട് പോകാറാണ് സാധാരണ. ആ ഒരു ഭാഗത്ത് നമുക്ക് ആ കോളും അതുപോലെ ലോക്ക് ആ ഒരു മറ്റേ സൈഡിലുള്ള ക്യാമറ ഐക്കണും കോൾ ഐക്കണും നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, വിവോ V23ൻ്റെ 5ാമത്തെ ടിപ്പാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. സെറ്റിങ്സ് ഓപ്പൺ ആക്കുക, അതിനുശേഷം ലോക്ക് സ്ക്രീൻ ആൻഡ് വാൾപേപ്പർ എന്നുള്ളതും അതിൽ ക്ലിക്ക് ചെയ്യുക. ലോക്ക് സ്ക്രീൻ സെറ്റിങ്സ് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അവിടെ കാണാം ലോക്ക് സ്ക്രീൻ ഷോർട്ട് കട്ട്, ലെഫ്റ്റ് അതുപോലെ റൈറ്റ്, ലെഫ്റ്റ് ഷോർട്ട് കട്ട്, റൈറ്റ് ഷോർട്ട് കട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോണ്, ക്യാമറ, വാലറ്റ്, ഡിവൈസ് കൺട്രോൾ എന്നങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതിൽ ക്യാമറ സാധാരണ എല്ലാ മൊബൈൽ ഫോൺ ക്യാമറ ആയിട്ടായിരിക്കും കാണിക്കുക. ഇതിൽ ഫോൺ എന്നുണ്ടാവും. ഞാൻ ഫോണിൽ നിന്നാണ് ലെഫ്റ്റിൽ ഇട്ടിരിക്കുന്നത്. റൈറ്റിൽ ഞാൻ റൈറ്റിൽ ഡിവൈസ് കൺട്രോളൊക്കെ ഉണ്ട്, അതുപോലെ വാലറ്റ് എന്നുണ്ട്. നമുക്ക് ക്യാമറ എന്ന് കൊടുത്താൽ ഫോണിൽ നിന്ന് തന്നെ രണ്ടിലും കൊടുക്കാൻ പറ്റില്ല. ഇവിടെ കാണാം ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത ലെഫ്റ്റിൽ കൊടുത്ത ഫോണെന്ന് കൊടുത്തത് ഇപ്പോൾ മറ്റേ റൈറ്റിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വാലറ്റ് തന്നെ കൊടുക്കാം. വാലറ്റിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ആ ഇത് എല്ലാം മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഡിവൈസ് കൺട്രോൾ ആക്കി കഴിഞ്ഞാൽ ഡിവൈസ് കൺട്രോളായി മാറും. അപ്പോൾ അവിടെ ഇത് ഓണായിട്ടുണ്ട്. ഒരു സൈഡിൽ വാലറ്റും ആയിട്ടുണ്ട്. വിവോ V23ൻ്റെ 6ാമത്തെ ടിപ്പ്, എങ്ങനെ കോള് മെസ്സേജ് ഒക്കെ വരുമ്പോൾ എങ്ങനെ ലൈറ്റ് എഫക്റ്റ് കൊടുക്കാൻ പറ്റും. ഇത് വിവോ V23ൻ്റെ ഒരു ഫ്യൂച്ചറും കൂടിയാണ്. SMS വരുവാണെങ്കിലും അല്ലെങ്കിൽ കോൾ വന്നാൽ ലോക്ക് സ്ക്രീനിൽ നമുക്ക് ലൈറ്റ് എഫക്റ്റുകൾ കൊടുക്കാൻ പറ്റും. പല ലൈറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. വിവോ V23ൻ്റെ 6ാമത്തെ ടിപ്പ്, സെറ്റിങ്സ് ഓപ്പൺ ആക്കുക, ഡൈനാമിക് എഫക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ആംബിയൻറ്റ് ലൈറ്റ് എഫക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അവിടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് കാണിക്കും, ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ എന്ന് കാണിക്കും. ഇത് രണ്ടും നിങ്ങൾ ഓണായി കൊടുക്കുക. ഓണായി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണിക്കും ഇൻകമിങ് കോൾസ്, അവിടെ ഇങ്ങനെ ഓണായി കിടക്കുന്നത് കാണാം. അതുപോലെ ലൈറ്റ് എഫക്റ്റ് ഫോർ ഇൻകമിങ് കോൾസ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം നമുക്ക് ആ കോള് വരുന്നത് ലോക്ക് സ്ക്രീനിൽ, അതുപോലെ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും കോൾ വന്നു കഴിഞ്ഞാൽ സ്ക്രീനിൽ ലൈറ്റ് ഇങ്ങനെ ചേഞ്ച് ആവും. ലൈറ്റ് ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ സ്ക്രീനിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഓണായി കാണാം. അതുപോലെ SMS വന്നാലും ഇത് പോകുന്നതായിരിക്കും.
അത് എങ്ങനെ സെറ്റ് ചെയ്തതാണ് കാണിച്ചത്. ഇത് എഫക്റ്റുകളാണ്. എഫക്റ്റുകൾ എത്ര ഉണ്ട്? 4-6 നമുക്ക് എഫക്റ്റുകൾ ഏത് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ മുകളിൽ ഇത് കളർ എന്ന് കൊടുത്തിട്ട് കളറിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ കളർ ചേഞ്ച് ആക്കാൻ പറ്റും. ഈ എഫക്റ്റിൻ്റെ കളർ ചേഞ്ച് ആക്കാൻ പറ്റും. അവിടെ 3-4 കളറുകൾ നമുക്ക് ഉണ്ട്. ഇതിൽ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു കളർ ഈ വരുന്ന എഫക്റ്റിൻ്റെയൊക്കെ ലേശം കളറ് കുറച്ച് കുറവാക്കാനൊക്കെ ഉള്ള ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അതിൽ വേറെ ഒന്നുണ്ട്. വേറെ ഇതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു കളർ ഒന്നും കൂടി കട്ടി കൂടാനായിട്ടുള്ളൊരു ഓപ്ഷനാണിത്. കുറച്ച് കഴിഞ്ഞാൽ കട്ടി കുറയുന്നതായിരിക്കും. കളറ് കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. ഇതിൽ എല്ലാം റെഡി ആയതിനു ശേഷം ആപ്ലൈ കൊടുക്കുക. ആപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്ക്രീനിലോട്ട് സെറ്റ് ആവുന്നതായിരിക്കും കേട്ടോ. വിവോ V23ൻ്റെ 7ാമത്തെ ടിപ്പ്, എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെയും മെസ്സേജുകൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുമ്പോൾ എങ്ങനെ ലൈറ്റ് എഫക്റ്റുകൾ നമ്മൾ എങ്ങനെ കൊടുക്കാം. നമ്മളെ മൊബൈൽ ഫോൺ ലോക്ക് സ്ക്രീനായി കിടക്കുമ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് എഫക്റ്റുകൾ പല കളറായിട്ട് നമ്മളെ മൊബൈൽ ഫോണിൽ എങ്ങനെ സെറ്റാക്കാം. അതും വിവോ V23യിലാണ് എങ്ങനെ സെറ്റാക്കലെന്നാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. വിവോ V23ൻ്റെ 7ാമത്തെ ടിപ്പ്, സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. ഇവിടെ ഡൈനാമിക് എഫക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ആംബിയൻറ്റ് ലൈറ്റ് എഫക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം താഴോട്ട് നീക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ, അത് ഓണായി കൊടുക്കുക. നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആപ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് ഓണായി കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഗൂഗിൾ ക്രോമാണ് ഓണായി കൊടുത്തിരിക്കുന്നത്. ഗൂഗിൾ ക്രോമിൽ നിന്ന് ഏതെങ്കിലും മെസ്സേജോ വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ എന്തെങ്കിലും മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റ് എഫക്റ്റ് നമുക്ക് വരും. അതിൽ ഗൂഗിൾ ഓണാക്കുകയാണ്. അതുപോലെ ഈ എല്ലാ ആപ്ലിക്കേഷനും ലൈറ്റ് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഓൾ ആപ്സ് എന്നുള്ളതിൽ ഓണായി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനിലും അത് വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണില്ല. നമ്മൾ ഈ രണ്ട് ആപ്ലിക്കേഷനിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഞാൻ ഇപ്പോൾ ഗൂഗിൾ ക്രോമിലും ഒരു ഫേസ്ബുക്കിലും മാത്രമേ ഓണാക്കണുള്ളൂ. അതിനുശേഷം ബാക്കിൽ വന്നിട്ട് നിങ്ങളിവിടെ താഴത്ത് ലൈറ്റ് എഫക്റ്റ് ഫോർ നോട്ടിഫിക്കേഷൻ എന്നാണ് കൊടുക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് സംഭവം. ഈ ലൈറ്റാണ് നമ്മൾ സ്ക്രീനിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ലൈറ്റ് നമുക്ക് ചേഞ്ച് ആക്കാനൊക്കെ പറ്റും. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ചേഞ്ച് ആക്കാനൊക്കെ പറ്റും. പല കളറിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ആക്കാം. ഓക്കെ. അതുപോലെ ഇവിടെ ഒരു കളർ എന്ന് എഴുതിയിട്ടുണ്ടാവും. കളർ എന്നാണ് ഒരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ കളർ നമുക്ക് ചേഞ്ച് ആക്കാനും പറ്റും. ഓക്കെ. അതുപോലെ വേറെ ഒരു ബ്ലറായിട്ടുള്ള സംഭവമാണ് തോന്നുന്നത്. ബ്ലറിങ് ആണത് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അതായത് നല്ല കട്ടിയായിട്ടുള്ള ഒരു ലൈറ്റ് അല്ലാതെ നമുക്ക് കുറച്ചും കൂടി കട്ടി കുറവാക്കിങ്ങാണ്ട് ലൈറ്റ് നല്ല വെളിച്ചത്തിലാവാക്കാതെ രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. നമ്മൾ ചെറുതായിട്ട് ആക്കണുള്ളൂ. അതുപോലെ വേറൊന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത്. എന്താ സംഗതി എന്നൊരു പിടുത്തം കിട്ടണില്ല. അതുപോലെ ഇതെന്താ ലോങ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കിതിനെ പറ്റി വലിയ പിടുത്തമില്ല, അതുകൊണ്ട് ഞാൻ പറയാത്തത്. സെറ്റാക്കൽ ഇങ്ങനെ ആപ്ലൈ കൊടുത്താൽ മതി, സെറ്റാവും ഈ പറഞ്ഞ ആപ്ലിക്കേഷനിലെല്ലാം. ഓക്കെ. വിവോ V23ൻ്റെ 8ാമത്തെ ടിപ്പാണ്. ചാർജിൻ്റെ കേബിൾ നമ്മൾ കുത്തി കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ലോക്ക് സ്ക്രീനിലായാലും ഡിസ്പ്ലേയിലായാലും ആ ഒരു താഴത്ത് ആ ചാർജ് കുത്തുന്നതിൻ്റെ താഴത്തായിട്ട് ഡിസ്പ്ലേയിൽ ഒരു ആനിമേഷൻ ചേഞ്ച് ആവും. വിവോ V23യിൽ എങ്ങനെയാണ് ചേഞ്ച് ആക്കൽ? വിവോ V23ൻ്റെ 8ാമത്തെ ടിപ്പ്, സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. ഡൈനാമിക് എഫക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. താഴത്ത് രണ്ടാമത്തത് USB ഇൻസെൻറ്റഡ് ആനിമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ആക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കണം. 3 ആനിമേഷൻ USB ആനിമേഷൻ 3 ഉള്ളൂ. അതിലേതെങ്കിലും ഇട്ടിട്ട് അപ്പോൾ രണ്ടാമത്തേൽ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് മൂന്നാമത്തെ ഇട്ടതിന് ശേഷം അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റ് ആവുന്നതാണ്. ഇനി നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ചാർജ് ഒരു USB കുത്താൻ പോവാണ്. ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് അപ്പോൾ ഓക്കെ, എത്രയേ ഉള്ളൂ. ചാർജ് കുത്തുമ്പോൾ ആനിമേഷൻ മാറുന്നതായിരിക്കും. ഓക്കെ, വളരെ പെട്ടെന്നാണ് പോണത്. ഓക്കെ.